നമസ്കാരം. ഇന്നത്തെ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. പ്രാർത്ഥനയും അതുപോലെ ഒരു അർത്ഥവത്തായ ജീവിതം നയിക്കുന്നതും തമ്മിലുള്ള ബന്ധം നമ്മളിത് പലപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ. നിങ്ങൾ ഷെയർ ചെയ്ത ഈ ഓഡിയോ സ്രോതസ്സില് അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം പറയുന്നുണ്ട്. ക്രമീകരണം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരുമപ്പെടുത്തൽ എന്ന് പറയാം അല്ലേ? അതെ, അലൈൻമെന്റ്, ആ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ചിട്ടയായ പ്രാർത്ഥനയും ഒരു നല്ല ജീവിതവും തമ്മിൽ എങ്ങനെയാണ് ഒരുമിച്ചു പോകുന്നത്, അതിന്റെ ഒരു പൊരുത്തം, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിയാലോ? തീർച്ചയായും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ സ്രോതസ് പ്രാർത്ഥനയെ കാണുന്നത് വെറും വാക്കുകളോ അല്ലെങ്കിൽ കുറച്ച് ശാരീരിക ചലനങ്ങളോ മാത്രമായിട്ടല്ല. മറിച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, എന്തിന് നമ്മുടെ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതുപോലും, ഇതെല്ലാം കൂടെ എങ്ങനെയൊരു താളത്തിൽ വരുന്നു, അതാണ് അവർ ഈ ക്രമീകരണം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. എല്ലാം ഒരേ ദിശയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ചിന്ത. അതെ. അപ്പോ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പ്രാർത്ഥന അതിനെ ഉണ്ടാക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണോ ഒരു നല്ല ജീവിതത്തിനും അടിസ്ഥാനം? അതാണോ ഈ സ്രോതസ് പറയുന്നത്? അതെ, അത് തന്നെയാണ് വാദം. നല്ല പ്രാർത്ഥന അത് നല്ല ജീവിതം നയിക്കാനുള്ളൊരു ആഗ്രഹം കൂട്ടും എന്നും പറയുന്നുണ്ട്. അതായത് പ്രാർത്ഥനയിലും പിന്നെ ആ പ്രാർത്ഥനകൾക്കിടയിലുള്ള നമ്മുടെ ജീവിതത്തിലും ഒരേ ലക്ഷ്യം, ഒരേ ഒരു ഫോക്കസ് വരണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണത്? നമ്മുടെ ഡെയിലി ലൈഫ് അത് പലപ്പോഴും ഈ ലൗകികമായ കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, അതിൽ മാത്രം ഒതുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോ ഈ പ്രാർത്ഥന എന്നത് ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നൊരു അധിക കാര്യം പോലെ തോന്നും. ഒരു ബാധ്യത പോലെ. അതെ, ഒരു ബാധ്യത. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശ്രദ്ധ കിട്ടാത്ത പോലെ, ഒരു അസ്വസ്ഥത, ചിലപ്പോൾ ഇതൊരു ഭാരമാണല്ലോ എന്നൊക്കെ തോന്നുന്നത്. കാരണം ജീവിതം പോകുന്നത് ഒരു വഴിക്കും പ്രാർത്ഥന വേറൊരു വഴിക്കുമാണ്. രണ്ടും രണ്ട് ദിശയിൽ. ശരിയാണ്. ഒന്ന് കിഴക്കോട്ടെങ്കിലും മറ്റേത് പടിഞ്ഞാറോട്ടെന്ന പോലെ ആ ഒരു ചേർച്ചയില്ലായ്മ. അതെ, ആ പൊരുത്തക്കേട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഉൾസംഘർഷം ഉണ്ടാവുമല്ലേ? മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ജീവിതം അതിനോട് യോജിക്കുന്നില്ല. കൃത്യം. എന്നാൽ ഇതിന്റെ മറുപുറം, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ അത് പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങളുമായിട്ട് ഒത്തുപോകുമ്പോഴോ, അപ്പോഴെന്ത് മാറ്റമാണ് ഉണ്ടാവുക? അവിടെയാണ് ഈ ക്രമീകരണം ശരിക്കും വർക്ക് ചെയ്യുന്നത്. ജീവിതത്തിന്റെ ഒഴുക്കും പ്രാർത്ഥനയുടെ ലക്ഷ്യവും ഒന്നാകുമ്പോൾ, അപ്പോ പിന്നെ പ്രാർത്ഥന ഒരു ഭാരമല്ല. അത് ആ യാത്രയുടെ വളരെ സ്വാഭാവികമായ ഒരു ഭാഗമായി മാറും. ശരിക്കും പറഞ്ഞാല് മുന്നോട്ടു പോകാനുള്ള ഒരു എനർജി തരുന്ന ഒന്നായിട്ട് മാറും. ഒരു തടസ്സമാവുന്നതിന് പകരം ഒരു സഹായിയാവുന്നു. അതെ, ഒരു ത്വരിതപ്പെടുത്തുന്ന ഘടകം എന്നൊക്കെ പറയാം. ഈ ആശയം വ്യക്തമാക്കാൻ സ്രോതസ്സിൽ ഒരു മലകയറ്റത്തിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അത് നല്ലൊരു താരതമ്യമാണ്. മലകയറ്റത്തിന്റെ കാര്യം അതെങ്ങനെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്? അതൊന്ന് പറയാമോ? പറയാം. ഇപ്പോ ഒരാള് മല കയറുവാണെന്ന് വെക്കുക. അയാളുടെ ലക്ഷ്യം എന്താ? കൊടുമുടിയിലെത്തുക. അതെ. അയാൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ആ റെസ്റ്റ് എടുക്കുന്നത് പോലും എന്തിന്റെ ഭാഗമാ? ആ മലകയറ്റത്തിന്റെ തന്നെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. അതെ, അത് അയാൾ തളർത്തുകയല്ല, വീണ്ടും കയറാൻ സഹായിക്കുകയാണ്. ആ വിശ്രമം ലക്ഷ്യത്തോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയല്ല നടക്കുന്നത്. അതെങ്ങനെ? നമ്മൾ പ്രാർത്ഥനയിൽ ആ കൊടുമുടിയെക്കുറിച്ച് ഓർക്കും, ലക്ഷ്യം അതാണെന്ന് പറയും. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്താ? ഒന്നുകിൽ മലയിറങ്ങും, അല്ലെങ്കിൽ ആ താഴെ തന്നെ കിടന്നു കറങ്ങും. ശരിയാണ്. അതായത് ലക്ഷ്യവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ ചെയ്യുന്നത്. അതെ, പ്രാർത്ഥനയിൽ മാത്രം ഓണാകുന്നൊരു സ്വിച്ച് പോലെ. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ആ ലക്ഷ്യം ഓർക്കുന്നു, ജീവിതത്തിൽ അത് മറക്കുന്നു. ഇതൊരു തരം ഇരട്ടത്താപ്പല്ലേ? അത് തന്നെ. ആ ഒരു പൊരുത്തക്കേടാണ് ഈ സ്രോതസ് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അതിന് ആഴം കുറയും. അപ്പോൾ വേണ്ടതെന്താണ്? എല്ലാത്തിനെയും, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ എല്ലാം ഒരുമിപ്പിക്കുക, ഒരേ ദിശയിലേക്ക് കൊണ്ടുവരിക. അപ്പോ മാത്രമാണ് പ്രാർത്ഥന ശരിക്കും ഒരു ചടങ്ങെന്നതിനപ്പുറം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാകുന്നത്. അതെ. ഈ ആശയത്തോട് ചേർത്ത് വെക്കാവുന്നൊരു വാക്യം ആ സ്രോതസ്സിൽ പറയുന്നുണ്ടല്ലോ, എന്റെ പ്രാർത്ഥന, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. അതെ, ഈ ക്രമീകരണത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരുമയുടെ പ്രാധാന്യം തന്നെയല്ലേ ആ വാക്യത്തിലുമുള്ളത്? തീർച്ചയായും.
ആ വാക്യം ശരിക്കും ഈ പറഞ്ഞ ആശയത്തിന്റെ ഒരു സമ്മറിയാണ്. പ്രാർത്ഥനാ ത്യാഗം അതൊക്കെ ആദ്യം പറയുന്നത് ഒരുപക്ഷെ അവ ജീവിതത്തിന് ദിശ നൽകുന്ന അടിസ്ഥാനമായതുകൊണ്ടാവാം അല്ലേ? വളരെ ശരിയാണ്. പ്രാർത്ഥനയും ത്യാഗവും ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഒരു അർത്ഥം വരുന്നു. എല്ലാം ഒരേ കേന്ദ്രത്തിലേക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അപ്പൊ പിന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും, ഓരോ പ്രവൃത്തിയും ആ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാകും. പ്രാർത്ഥന പിന്നെ 5 മിനിറ്റിൽ ഒതുങ്ങില്ല. അതെ, ഒരു 24 hours നീളുന്ന ഒരു ബോധാവസ്ഥ പോലെ ആകും. അതെ, ഏകദേശം അങ്ങനെ തന്നെ. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കാതൽ എന്നത് ഈ ക്രമീകരണമാണ്. പ്രാർത്ഥനയും ജീവിതവും തമ്മിലുള്ള ആ ഒരു ആഴത്തിലുള്ള പൊരുത്തം. അതെ, ഇത് വെറുമൊരു തിയറിയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. അപ്പോ കേൾക്കുന്നവർക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത. നിങ്ങളെ ജീവിതത്തില് നിങ്ങൾ പറയുന്ന ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ മൂല്യങ്ങൾ, അതൊക്കെ നിങ്ങളെ ഡെയിലി ആക്ഷൻസുമായിട്ട് എത്രത്തോളം ചേർന്ന് പോകുന്നുണ്ട്? നല്ല ചോദ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തിനാണോ ലക്ഷ്യം വെക്കുന്നത്, അങ്ങോട്ട് തന്നെയാണോ നിങ്ങളുടെ ജീവിതം നടക്കുന്നത്? ഇതൊന്ന് ആഴത്തിൽ ആലോചിക്കാൻ ഒരുപക്ഷെ ഈ സംസാരം സഹായിച്ചേക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും.